നമ്മളിന്ന് പോകാൻ പോകുന്നത് ദുബായിലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഡിസർട്ട് സഫാരിക്കാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ദുബായിലെ ഡിസർട്ട് സഫാരിക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അനുഭവങ്ങളും മോശമായ അനുഭവങ്ങളും ഇതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഞാൻ വളരെ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നെറ്റിൽ അടിച്ചു കിട്ടിയ ഒരു നമ്പർ നോക്കിയാണ് ഈ ദുബായിലെ ഡിസർട്ട് സഫാരി ഞാൻ ബുക്ക് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് പാകിസ്ഥാനികളാണ് ഇതിൻ്റെ ഫോണൊക്കെ അറ്റൻഡ് ചെയ്തായിരുന്നത്. അപ്പോൾ അവർ ത്രൂ തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തായിരുന്നത്. ആദ്യം നമ്മളുടെ ദേറ സിറ്റി സെൻറ്ററിൻ്റെ അവിടേക്കാണ് വരാൻ പറഞ്ഞത്. പിന്നീട് അവർ ബുർജുമാൻ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തേക്ക് മാറ്റി. വീണ്ടും അത് സ്പിന്നീസിൻ്റെ അടുത്തേക്ക് മാറ്റി. സ്പിന്നീസിൻ്റെ ബാക്കിലും ഫ്രണ്ടിലേക്കായിട്ട് വേറെയും കുറേ ഡിസേർട്ട് ഡ്രൈവൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളൊക്കെ കണ്ടു. കൂടുതലും പാകിസ്ഥാനികളാണ്. അതേപോലെ നമ്മൾ വന്നിട്ട് നമുക്ക് തന്നാർന്ന ഒരു ഡ്രൈവറുടെ നമ്പറൊക്കെ നമ്മൾ ട്രൈ ചെയ്തപ്പോൾ അത് നിലവിലില്ലാന്നാണ് പറയണത്. പക്ഷേ ആളെ നമുക്ക് ഒട്ടും തന്നെ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഒരു വണ്ടിയിൽ നിന്ന് സെറ്റാക്കി. സെയിം പ്രൈസിന് തന്നെ നമുക്ക് സെറ്റാക്കി. ഏകദേശം 40 ദിർഹമാണ് പെർ ഹെഡ് അവർ ചാർജ് ചെയ്തത്. ഇവർ പറയുന്ന ഓരോ ലൊക്കേഷനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും 1 by 1 ആയിട്ട് എടുത്തിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ഡിസർട്ടിൻ്റെ ആ ഡ്രൈവ് തുടങ്ങുന്ന ആ ലൊക്കേഷനിൽ എല്ലാവരും കൊണ്ട് ഈ വണ്ടിയിൽ കൊണ്ടാക്കും. നമ്മളോട് പിക്കപ്പ് ടൈമും പറഞ്ഞിരുന്നത് 2 മണിയായിരുന്നു. നമ്മൾ അതിന് മുന്നായിട്ട് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഏറ്റവും രസകരമായ ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ മുന്നേ തന്നെ ബന്ധപ്പെട്ട് ഫിക്സ് ചെയ്തിരുന്ന അതേ വണ്ടിക്കാരുടെ ടീം തന്നെയാണ് ഈ ടീം. കാരണം ഇൻ ബിറ്റ്വീൻ നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പണ്ടത്തെ നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്ന ആ ഏജൻറ്റിനെ ഞാൻ കണ്ടായിരുന്നു. കാരണം ആ ആളുടെ വാട്സപ്പ് DP എനിക്ക് നല്ല ഓർമ്മയിലായിരുന്നു. അതേ ആൾ തന്നെയാണ് ഞാൻ നേരിട്ട് കണ്ടത്. എന്തായാലും ഏകദേശം 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡിസർട്ടിൻ്റെ ആ ഒരു സ്പോട്ട് എത്തി. ഇവിടെ നിന്നാണ് ഇവർ ഓരോരോ വണ്ടികളിലാക്കിയിട്ട് ഈ പറഞ്ഞ ലൊക്കേഷനിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യണേ. ഇവർ കൊണ്ടുപോകുന്ന വണ്ടികളൊക്കെ എല്ലാം നല്ല വണ്ടികൾ തന്നെയാണ്. ലാൻഡ് ക്രൂസർ തന്നെയാണ്. ഏത് ഏജൻസി മുഖേനയാണ് നമ്മളോട് ബുക്ക് ചെയ്തിരുന്നത് അതേ ഏജൻസിയുടെ വണ്ടികൾ തന്നെയാണ് ഈ വണ്ടികളൊക്കെ. ആക്ച്വലി നമ്മളോട് 20 to 25 മിനിറ്റ്സ് ഡിസർട്ട് സഫാരിയാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് ഇവിടെ നിന്ന്, അതായത് ക്യാമ്പ് ഉണ്ട്, ഡിസർട്ടിൻ്റെ ഉള്ളിലുള്ള ക്യാമ്പ് വരെ നമ്മൾ ഡ്രോപ്പ് ചെയ്യണ ആ ഒരു സഫാരി ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 5 മിനിറ്റ് പോലും എടുക്കില്ല. ഈ യാത്രയാണ് അവർ പറയുന്ന ഡൂൺ ഡ്രൈവ്. ആക്ച്വലി 5 മിനിറ്റാണ് ഈ ഡ്രൈവ് ഉള്ളതെന്നുണ്ടെങ്കിലും ആ ഒരു ഡ്രൈവ് എന്ന് പറയുന്നത് നമുക്കൊരു നല്ലൊരു അനുഭവം തന്നെയാണ് കിട്ടിയത്. മരുഭൂമിയിലൂടെയുള്ള അത്യാവശ്യം ഒരു നല്ലൊരു ഓഫ് റോഡ് റൈഡ് തന്നെയായിരുന്നു. പക്ഷേ വലിയ ഡ്രിഫ്റ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ടേണിങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ പാക്കേജ് എന്ന് പറയുന്നത് 40 ദിർഹമാണ്. 40 ദിർഹത്തിൽ അവർ ഓഫർ ചെയ്തിരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഡിന്നർ ബഫറ്റ്, പിന്നെ ബെല്ലി ഡാൻസ്, തനോര ഡാൻസ്, പിന്നെ ഫയർ ഷോ, ക്യാമൽ റൈഡ്, ഡൂൺ ഡ്രൈവ്, അതേപോലെ അൺലിമിറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സും ടീയും, പിന്നെ ഹെന്ന പെയിൻറ്റിംഗ് ഉണ്ട്. അതുകൂടാണ്ട് അറബിക്കിൻ്റെ കോസ്റ്റ്യൂംസ്, പിന്നെ ഫോട്ടോ സ്റ്റോപ്സ്. ഇതിൽ പകുതി ഒന്നും നമുക്ക് കിട്ടിയില്ല. എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. പോണ വഴിക്കൊക്കെ വേറെയും കുറേ ക്യാമ്പുകളൊക്കെ കാണാം. ഒരുപാട് ക്യാമ്പുകളുണ്ട് ഈ ഡിസർട്ടിൽ. ഈ ഡിസർട്ട് സഫാരിയുടെ പേരും പറഞ്ഞ് ഒരുപാട് തട്ടിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ബുക്ക് ചെയ്ത് പോണ വഴിക്ക് നന്നായിട്ട് അന്വേഷിച്ച് സ്ഥിരമായിട്ടൊക്കെ പോണ ടീമുകൾ, അതുപോലെ എന്താ പറയുക, റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ കൂടെ മാത്രം നമ്മൾ ബുക്ക് ചെയ്ത് പോവുക. ഇല്ലെങ്കിൽ എന്നെ പോലെ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ഡിസർട്ട് സഫാരി ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഒരുപാട് ഐറ്റംസ് ഒക്കെ പറയുമല്ലോ, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ. പക്ഷേ എല്ലാം അവർ പറയും ഉണ്ടെന്ന് പറയുള്ളൂ. പക്ഷെ നമ്മളത് പേരെടുത്ത് ചോദിച്ചാലും കൂടി അവരത് ഇല്ലയെന്നൊന്നും പറയില്ല. പക്ഷേ നമ്മളിവിടെ വന്ന് നമ്മുടെ അനുഭവത്തിൽ വരുമ്പോഴാണ് ഈ പറഞ്ഞതിൽ പകുതി നമുക്ക് കിട്ടുള്ളൂ എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കുള്ളൂ. പിന്നെ ഇതേപോലെ നിങ്ങൾ ഡിസർട്ട് സഫാരിയൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റിക്കപ്പെടാതിരിക്കാനായിട്ട് ഒരു കാര്യം വേണമെങ്കിൽ പറഞ്ഞുതരാം. വേറെ ഒന്നല്ല, നിങ്ങൾ എപ്പോഴെങ്കിലും ബുക്ക് ചെയ്യാനായിട്ട് ഫോൺ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് അത് വിളിക്കുന്ന സമയത്ത് അതിലേതെങ്കിലും ഒരു പാകിസ്ഥാൻ ഇൻവോൾവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസായിട്ട് അതിൽ നിന്ന് ഒഴിവാകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കൂടുതലും ഈ വക തട്ടിപ്പിൻ്റെ പിന്നിൽ പാകിസ്ഥാനികളാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യൻസോ അങ്ങനെ എന്തെങ്കിലും ത്രൂ നിങ്ങൾ പോവുകയാണെങ്കിൽ അത്ര പ്രശ്നങ്ങൾ ഫീൽ ചെയ്യണില്ല. അങ്ങനെ നമ്മൾ ഇവർ പറഞ്ഞ ഡൂൺ ഡ്രൈവൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലൊക്കേഷനിലെത്തി. അതായത് ഡിസർട്ടിലുള്ള അവരുടെ ക്യാമ്പിലെത്തി. ക്യാമ്പൊക്കെ പുറത്തുനിന്ന് കാണാനായിട്ട് നല്ല രസമുണ്ട്. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. കൂടുതൽ ഇവിടേക്ക് വരുന്നത് ഫിലിപ്പൈൻസ് ആണ്. പിന്നെ ഇവിടെ ഒട്ടകം കൂടാണ്ട് കുതിരകളെയും കാണാം. പക്ഷെ ഇതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണം. ഈ ക്യാമ്പിന് പുറത്തായിട്ടാണ് ക്യാമൽ റൈഡ്. ഈ ക്യാമൽ റൈഡിനായിട്ടുള്ള ക്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ കാണുന്ന ക്യാമൽ റൈഡ് അല്ല, നമുക്ക് ഫ്രീ ആയിട്ടുള്ള ക്യാമൽ റൈഡ്. ഫ്രീ ആയിട്ടുള്ള ക്യാമൽ റൈഡ് അതിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ച് നീങ്ങിയിട്ടാണ്. ഇത് എന്ന് പറയുന്നത് 10 മിനിറ്റ് ഉള്ള ക്യാമൽ റൈഡിന് അവർ 20 ദിർഹമാണ് പെർ ഹെഡ് ചാർജ് ചെയ്യണം. അതേപോലെ തലയിൽ കിട്ടുന്ന ആ ഷാൾ ഉണ്ടല്ലോ, ആ ഷാളും ഇതേപോലെ വിൽക്കാനായിട്ട് ഒരുപാട് ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അതിനൊക്കെ ഒരു 10 ദിർഹം വെച്ചാണ് വാങ്ങുന്നത്. ഷെഡിൽ വന്നിട്ട് നമ്മൾ ഒരു സ്കാർഫ് കെട്ടിയില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ. അപ്പോൾ ഞാനും ഒരെണ്ണം വാങ്ങി. അതേപോലെ ഇവിടെ ക്വാഡ് ബൈക്കും അവൈലബിൾ ആണ്. അതിൽ കയറണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം പൈസ നമ്മൾ കൊടുക്കണം. ഈ കുതിര സഫാരിക്കുള്ള കുതിരനെ കണ്ടിട്ട് ആക്ച്വലി എനിക്കൊരു പാവം തോന്നി. കാരണം അതിൻ്റെ ഒരു പരിപ്പൊക്കെ ഇളകിയിട്ടുണ്ട്. പക്ഷെ
പക്ഷെ നമ്മുടെ ബ്രൗൺ ആയിട്ടുള്ള കുതിര ഉണ്ടല്ലോ, അവൻ ആൾ പുല്ല, അവൻ നല്ല സിമിട്ടനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ഫാൽക്കണും അവൈലബിൾ ആണ്, അതും പ്രൈവറ്റ് ആണ്. അതിന് നമ്മൾ പ്രത്യേക പൈസ കൊടുക്കണം. ക്യാമൽ റൈഡിനായിട്ടുള്ള ക്യൂവിൽ നമ്മൾ ക്ഷമയോടെ അരമണിക്കൂർ കാത്തു നിന്നു. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ടേണായി. ഇവരുടെ പാക്കേജിലുള്ള ക്യാമൽ റൈഡ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറ്റും. എന്നിട്ട് ഇവിടെ നടുവിൽ ഒരു കസേര ഇട്ടിട്ടുണ്ട്. ഈ കസേരയുടെ ചുറ്റും ഒരു റൗണ്ട്, ഈ ഒരു റൗണ്ടിനാണ് അവർ ഫ്രീ ആയിട്ടുള്ള ക്യാമൽ റൈഡ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ക്യാമലിൻ്റെ മുകളിലേക്ക് കയറിയപ്പോൾ എൻ്റെ കാലൊന്ന് മസിൽ കയറിയായിരുന്നു. കാരണം മുകളിൽ, അതായത് ഫ്രണ്ട് ഭാഗത്തുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ഹൈറ്റിലാണ്. ബാക്ക് ഭാഗത്ത് അത്ര ഹൈറ്റ് ഒന്നുമില്ല, പിന്നെയും കുറച്ച് കംഫർട്ടാണ്. പക്ഷെ ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ മസിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ക്യാമൽ റൈഡിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മസിൽ കയറുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഒന്ന് വാമപ്പ് ചെയ്യേണ്ടത് വളരെയധികം നല്ലതാണ്. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. മുമ്പ് ഞാനൊരു കുതിരയുടെ കാര്യം പറഞ്ഞായിരുന്നു. കുതിരേനെ കണ്ടപ്പോൾ കുറച്ച് അവശ നിലനെ തോന്നിയെന്നുള്ളത്. പക്ഷേ ആ കുതിരയിലും അവശ നിലയാണ് ഈ രണ്ട് ഒട്ടകങ്ങളും. സംഗതി നമുക്ക് മനുഷ്യർക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും മൃഗങ്ങളുടെ ഭാഗത്ത് നോക്കുമ്പോൾ അതൊരു ചെറിയൊരു ക്രൂരത തന്നെയാണ്. എൻ്റെ വൈഫിന് പൊതുവെ മൃഗങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുന്ന തൊട്ട് ഇഷ്ടമല്ല. പക്ഷേ ഈ ക്യാമൽ റൈഡിന് ഇല്ലയെന്ന് പറഞ്ഞെങ്കിലും ആ ഒരു ടൈമായിപ്പോൾ ആൾക്ക് എന്തോ ഒരു എക്സൈറ്റഡ് ആയിട്ടാണ് ആൾ അതിന് വേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ ക്യാമൽ റൈഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാണ്. നമ്മുടെ ഡിസൈഡിൽ വെച്ച് ഈ വണ്ടിയിൽ കയറ്റി വിടുന്നതിന് മുന്നായിട്ട് നമുക്കൊരു വിസിറ്റിംഗ് കാർഡ് തരും. അതാണ് നമുക്ക് ഇവിടേക്കുള്ള എൻട്രൻസ് കൂപ്പൺ. അപ്പോൾ നമ്മൾ ഈ ക്യാമ്പിൻ്റെ അവിടേക്ക് വരുമ്പോൾ അവർ ആ വിസിറ്റിംഗ് കാർഡ് ചോദിക്കും. ആ വിസിറ്റിംഗ് കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അവർ നമ്മളെ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുകയുള്ളൂ. നമ്മൾ ഈ കാണുന്നതാണ് ഡിസർട്ട് ക്യാമ്പ്. ക്യാമ്പൊക്കെ അത്യാവശ്യം കൊള്ളാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രസത്തിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഗ്രീൻ മാറ്റൊക്കെ ഇട്ട് അത്യാവശ്യം ഒരു ഗ്രീനിഷ് ആക്കാൻ തന്നെ അവർ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് നമുക്ക് ഇരിക്കാനായിട്ടുള്ള സിറ്റിംഗ് ഏരിയ. അതേപോലെ ആ ഡിസേർട്ടിൻ്റെ മുകളിലായിട്ട് ദുബായിന്ന് എഴുതിയ ഒരു ഏരിയ കണ്ടില്ലേ, അവിടെയാണ് അവർ സാൻഡ് ബോർഡിങ് കണ്ടക്ട് ചെയ്യണത്. അത് വേറെ ഒന്നല്ല, ജസ്റ്റ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പോയിട്ട് അവിടെ ബോർഡ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് കയറി നിന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അത്രയേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. പക്ഷെ വേറൊരു കാര്യം, ആ സമയത്ത് തിരക്കുണ്ടെങ്കിൽ ക്യൂവിൽ നിൽക്കേണ്ടി വരും. ഏകദേശം നമ്മൾ ക്യാമൽ റൈഡിന് വെയിറ്റ് ചെയ്ത പോലെ തന്നെ ചിലപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ വേറൊരു തട്ടിപ്പും കൂടിയുണ്ട്. അതായത് നമ്മളിവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആയി കഴിയുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ വരും. എന്നിട്ട് നമ്മുടെ ഈ ജസ്റ്റ് നമ്മളിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു VIP ഏരിയ ഉണ്ട്. ആ ഏരിയയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എന്നിട്ട് നമ്മളോട് പറയും ആ VIP ഏരിയയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 50 ദിർഹം പെർ ഹെഡ് വെച്ച് 2 ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ VIP മാറാം. VIP മാറി കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിലത്തൊന്നും ഇരിക്കേണ്ട, അവിടെ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാണ്ട് അൺലിമിറ്റഡ് ഫുഡ്, അതും ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഡീറ്റെയിൽസൊക്കെ എന്നോട് ഇയാൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് സ്റ്റേജ്. ഇവിടെയാണ് ബെല്ലി ഡാൻസും അതേപോലെ തനോര, അതേപോലെ ഫയർ ഷോ, ഇവ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്ന സ്റ്റേജാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ വേറൊരു തട്ടിപ്പുണ്ട്. തട്ടിപ്പെന്ന് പറയാൻ പറ്റില്ല. അതായത് വേറെ ഒന്നല്ല, നമുക്ക് ഇതിന് 2 ലൈൻ മാത്രമാണ് നമ്മൾ ബുക്ക് ചെയ്ത ആ ഒരു പാർട്ടിക്കുള്ളൂ. അപ്പോൾ ആ 2 ലൈനിൽ മാത്രമാണ് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അതും ആദ്യം ചെല്ലുന്ന ആൾക്ക് മുന്നിലിരിക്കാം. പിന്നെ വേറൊരു കാര്യം, നമുക്ക് സീറ്റ് പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഒരു ബിലോങ്ങിങ്സ് അവിടെ വെച്ച് ബുക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ സീറ്റ് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ഏരിയയിലാണ് അവർ പറഞ്ഞ അറബിക് കോസ്റ്റ്യൂം വെച്ചിട്ടുള്ളത്. അതായത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും 2 ജോഡി വീതം അവൈലബിൾ ആണ്. നമുക്ക് ഈ ഡ്രസ്സ് ഇട്ട് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. പക്ഷേ അധികം പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. അവിടെ നിന്ന് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ തന്നെ അഴിച്ചു വെക്കണം. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനൊന്നും തോന്നില്ല. കാരണം അത്ര മുഷിഞ്ഞ് കൂറ കുത്തിയാണ് അത് കിടക്കുന്നത്. ഇതുകൂടാതെ നല്ല ഡ്രസ്സൊക്കെ അവൈലബിൾ ആണ്, അതും നല്ല ഭംഗിയുള്ളതൊക്കെ. പക്ഷെ അതിന് നമ്മൾ പ്രത്യേകം പൈസ കൊടുക്കണമെന്നുള്ളൂ. അതേപോലെ ഇതൊരു മരുഭൂമിയിലാണെങ്കിലും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു വാഷ്റൂമൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാനൊന്നും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഗോൾഡൻ കളറായിട്ടുള്ള ടോയ്ലറ്റൊക്കെ നമുക്ക് കാണാം. നിങ്ങൾ ഈ കാണുന്നത് ഫുഡ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ക്യൂ ആണ്. അത് സ്റ്റാർട്ടർ ഫുഡിനായിട്ടുള്ള ഒരു ക്യൂവിലാണ് എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നത്. നമ്മൾ ഈ ഡിസർട്ട് സഫാരി ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളോട് അങ്ങനെ പ്രത്യേകം ടൈം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഈ ടൈമിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഈ ക്യൂവിൽ നിൽക്കുന്ന എല്ലാവരും 40 രൂപ തന്നെ പാക്കേജ് എടുത്ത് വന്നവരാണ്. ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ ഈ 40ൻ്റെ പാക്കേജിലുള്ളവർ തന്നെയാണ്. VIP ഏരിയയിലുള്ളവരൊക്കെ വളരെ കുറവാണ്. അതേസമയം VIP-കാരുടെ ഫുഡ് കൗണ്ടേഴ്സൊക്കെ ഓൾവേസ് ഓപ്പൺ ആണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, വെള്ളം ഒരു ഓൾവേസ് ഒരു ഐസൊക്കെ ഇട്ടണ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്തോരം വേണമെങ്കിലും എടുക്കാം. ഇവരിവിടെ ഈ സ്റ്റാർട്ടറായിട്ട് കൊടുക്കുന്നത് പൊട്ടറ്റോ സ്നാക്സ് ആണ്. പൊട്ടറ്റോ സ്നാക്സും ഒരു സമൂസയും ഇതാണ് ഒരു സ്റ്റാർട്ടർ ഫുഡായിട്ട് കൊടുക്കുന്നത്. ഇതിലേക്കായിട്ടുള്ള സോസ് അവർ നന്നായിട്ട് വെള്ളം കൂട്ടി വെച്ചിട്ടുണ്ട്.
അതുകൊണ്ട് വെള്ളം കുടിക്കുന്നതിന് പകരം സോസ് വേണമെങ്കിൽ നമുക്ക് കുടിക്കാം. നമ്മളവിടെ പോയ നേരം കൊണ്ട് ഇവിടെ തനോര ഡാൻസ് ഒക്കെ തുടങ്ങി, അത് കഴിയാറായിട്ടുണ്ട്. അതേപോലെ സ്റ്റാർട്ടർ ഫുഡ് എടുത്തു വന്ന സമയത്ത് തന്നെയാണ് ഇവർ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ കൗണ്ടർ ഓപ്പൺ ആക്കുന്നത്. അത് സ്പോട്ടിൽ തന്നെ നമുക്ക് കിട്ടും, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അതും കിട്ടില്ല. അങ്ങനെ സ്റ്റാർട്ടർ തിന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബഫറ്റ് ഡിന്നറിൻ്റെ കൗണ്ടറും ഓപ്പണായി. നമ്മൾ വേഗം ചെന്നാലാണ് വേഗം കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടർ ഫുഡ് തിന്നില്ല എന്നുള്ള രീതിയിൽ കഴിഞ്ഞപ്പോഴേക്കും വേഗം ഇവിടെ ഇറങ്ങി. ഇവിടെയുള്ള കുറേ ആളുകൾക്കൊക്കെ എനിക്ക് തോന്നുന്നത് മുന്നേ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് നല്ല സ്പീഡപ്പാണ്, കുറേ കാര്യങ്ങളൊക്കെ വളരെ സ്പീഡായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ബഫറ്റ് കൗണ്ടറിന് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിക്ക് എടുക്കാം. പക്ഷെ അതും എനിക്ക് തോന്നുന്നത് അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞു, വേറെ ഒന്നും കൊണ്ടുപോയിക്കാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം, നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡ് മൊത്തത്തിൽ നമ്മൾ ആദ്യം തന്നെ എടുക്കുക. അല്ലെങ്കിൽ രണ്ടാമത് കഴിക്കാൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതൊരു ബാഡ് ഐഡിയ ആയിരിക്കും. കാരണം അത് തിന്ന് നമ്മൾ തിരിയുമ്പോഴേക്കും ആ കൗണ്ടറൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഈ ഫുഡ് എടുക്കാനായിട്ട് വരുന്ന ഈ സമയത്ത് അവർ ഷോകളൊന്നും സ്റ്റോപ്പ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഈ ഫുഡ് എടുക്കാൻ വരുമ്പോൾ നമ്മുടെ പല ഷോകളും നമുക്ക് മിസ്സാവും. അതേപോലെ അൺലിമിറ്റഡ് റീഫ്രഷ്മെൻറ്റ് പറഞ്ഞതിൽ വെള്ളവും ഒരു ചെറിയൊരു സോഫ്റ്റ് ഡ്രിങ്കും മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. ഇത് കൂടാണ്ട് ചായയും കോഫിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും നമ്മൾ അതിൻ്റെ പൊടി പോലും കണ്ടില്ല. ആക്ച്വലി ഈ ഫുഡ് കൗണ്ടേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പ്രോഗ്രാംസൊക്കെ കുറച്ചൊന്ന് പോസ് ചെയ്താൽ നമുക്ക് അതും കൂടി ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവർ അതിനു വേണ്ടി പറഞ്ഞില്ലേ പ്രത്യേക സമയമൊന്നും നമുക്ക് തരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല ഷോകളും മിസ്സാവും. അതുകൊണ്ട് തന്നെ നമുക്ക് തനോര ഡാൻസ് മിസ്സായിരുന്നു. നമ്മൾ ഈ ഫുഡ് എടുക്കാൻ വന്ന ഈ ടൈമിൽ തന്നെയായിരുന്നു ആ ഷോ. പിന്നെ വേറൊരു കാര്യം, ഈ ബഫറ്റ് കൗണ്ടറിൽ നോൺ വെജ് ആയിട്ട് ഒരു ഐറ്റം പോലും ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഫുഡെല്ലാം വെജിറ്റേറിയൻ തന്നെയായിരുന്നു. നമുക്ക് പേരിന് 2 ചിക്കൻ പീസ് ഫ്രൈ ചെയ്ത് കിട്ടിയിരുന്നു. അത് എന്താ പറഞ്ഞാൽ പകുതി വന്നിട്ടുമില്ല, എന്താ പറയുക, കഴിക്കാനായിട്ട് പേടി കൊണ്ട് അത് കഴിച്ചില്ല. നമ്മൾ ഈ എടുത്താറുന്ന ഐറ്റംസിൽ റൈസ് വലിയ കുഴപ്പമില്ലായിരുന്നു. അതേപോലെ ഫ്രൂട്ട്സിൻ്റെ ഒരു കസ്റ്റർഡ് ഉണ്ടായിരുന്നു. ബാലൻസ് എല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. ഫുഡെങ്കിലും കഴിച്ച് പൈസ വസൂലാക്കാമെന്ന് വിചാരിച്ചായിരുന്നേ, പക്ഷേ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഇനത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കൂടാതെ ചെറിയ സ്വീറ്റ്സ് ആയിട്ട് കേസരിയും കൂടെ അവൈലബിൾ ആയിരുന്നു. അത് നമ്മൾ കുറച്ച് എടുത്തായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടിങ്ങുള്ള ആൾക്ക് കിട്ടുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതും കിട്ടില്ല. ഫുഡൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും നമുക്കിവിടെ വേറൊരു ഷോ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അത് പകുതി നമുക്ക് മിസ്സായി, ബാക്കി പകുതിയാണ് നമുക്കിവിടെ കാണാൻ കിട്ടിയത്. പക്ഷേ ഈ ഷോ എനിക്ക് ശരിക്കും വർത്തായിട്ട് തോന്നി. മറ്റുള്ള എല്ലാ ഷോയിനെയും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇതാണ് ഇത്തിരി കൂടി കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. പിന്നെ ഈ ഷോ നമുക്ക് മുഴുവനായിട്ടൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരാൾ നമ്മുടെ അടുത്തേക്ക് വന്നായിരുന്നു ഈ സമയത്ത്. അത് ഇവിടുത്തെ എംപ്ലോയി തന്നെയാണ്. നമ്മൾ ക്യാമറ റൈഡിന് വേണ്ടി അതിൻ്റെ മുകളിൽ കയറിയായിരുന്ന സമയത്ത് എൻ്റെയും വൈഫിൻ്റെയും കൂടി നല്ല 1-2 ആംഗിളിലൊക്കെ ഫോട്ടോ എടുത്തായിരുന്നു. അതിൻ്റെ പ്രിൻ്റ് ആക്കിയിട്ട് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നേക്കാണ്. അതിന് ഒരു ഫോട്ടോയ്ക്ക് ഏകദേശം 20 രൂപ വെച്ച് കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞത്. വേണ്ടാന്ന് പറഞ്ഞിട്ടും ആളാണ് പോകണ്ടായിരുന്നില്ല. എന്താ പറയുക, നമ്മുടെ മുന്നിലൊരു തടസ്സം പോലെ അവങ്ങൾ വന്ന് നിൽക്കായിരുന്നു. പിന്നെ ആക്ച്വലി നിങ്ങൾക്ക് ആ ഫോട്ടോ ഇഷ്ടപ്പെട്ട് വാങ്ങണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ആ സെയിം സ്പോട്ടിൽ, അതായത് അവൻ വന്ന് പറയണ അതേ സമയത്ത് നമ്മൾ ഒരിക്കലും വാങ്ങരുത്. അപ്പോൾ നമ്മൾ അവൻ പറയണ പൈസ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അവൻ 5-10 കുറച്ച് തരുള്ളൂ. പക്ഷെ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് പോവുക. അത് കഴിഞ്ഞ് നമ്മൾ ഈ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് അവർ വീണ്ടും എൻട്രൻസിൽ നിൽക്കുന്നുണ്ടാവും ഈ ഫോട്ടോ ഒക്കെ പിടിച്ച്. ആ സമയത്ത് നമ്മൾ വില പേശി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാക്സിമം എനിക്ക് തോന്നുന്ന ഒരു 10 ദിർഹത്തിനൊക്കെ ഒരു ഫോട്ടോ വെച്ച് അവർ തരും. ഒട്ടകത്തിൻ്റെ ഷോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയൊരു ഫയർ ഷോ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ദുബായിന്ന് എഴുതിയത് നന്നായിട്ട് തീയൊക്കെ കത്തിച്ച് നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് കത്തിക്കണമെങ്കിൽ ഉണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എന്തായാലും ഈ ഒരു ഫയർ ഷോ നന്നായിട്ട് തോന്നി, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതുകൂടാതെ സ്റ്റേജിലും ഫയർ ഷോ അവൈലബിൾ ആയിരുന്നു. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഈ ഒരു പെർഫോമൻസിൽ കൂടി നമ്മുടെ ഷോകളെല്ലാം അവസാനിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, നമ്മളെല്ലാവരും ആകാംക്ഷയുടെ കാത്തിരുന്ന ബെല്ലി ഡാൻസ് നമുക്കില്ല. നമ്മളെ നൈസായിട്ടൊന്ന് പറ്റിച്ചു.
നമ്മൾ വണ്ടിയിൽ കയറുന്ന സമയത്ത് ഡ്രൈവറോട് പ്രത്യേകം എടുത്ത് ചോദിച്ചായിരുന്നു ബെല്ലി ഡാൻസ് ഉണ്ടോയെന്ന്. അപ്പോൾ ആൾ എല്ലാം ഉണ്ടെന്നുള്ള ഉറപ്പിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ പറ്റിക്കപ്പെട്ടെന്നുള്ളത്. അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ആൾ പറയണത് റമദാൻ സീസൺ ആയതുകൊണ്ട് അത് എടുത്തു മാറ്റിയിരിക്കുകയാണ്. റമദാൻ സീസൺ കഴിഞ്ഞാൽ മാത്രമേ ബെല്ലി ഡാൻസ് വരുള്ളൂ എന്ന്. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മളിനി പോകാനായിട്ട് വീണ്ടും വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മളെ കൊണ്ടുവിടുന്നതിനും ഇവർക്ക് പ്രത്യേക നിയമമൊക്കെ ഉണ്ട്. നിയമം വേറെ ഒന്നല്ല, VIP ആയിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും വിട്ടതിന് ശേഷമാണ് നമ്മൾ സാധാരണക്കാരെ വിടുള്ളൂ. ഇനി ഇവിടെ നിങ്ങടും നമ്മുടെ കോസ്റ്റർ കിടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ വന്ന അതേ വണ്ടിയിൽ തന്നെ ഓഫ് റോഡായിട്ട് തന്നെ കൊണ്ടാക്കും. കൊണ്ടാക്കണ ആ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രസമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഇതോടുകൂടി ഞങ്ങളുടെ ഡിസർട്ട് സഫാരിയുടെ ഈ ഒരു ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ട്രിപ്പിനെ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഒപ്പം ഞങ്ങളെ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇനിയും നല്ലൊരു ട്രിപ്പിൻ്റെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.